ഒരുത്തനെ കയ്യിലും കാശില്ല. അപ്പൊ നമ്മൾ വിചാരിക്കും ഈ ഗവൺമെന്റിന് കുറച്ച് കാശ് അങ്ങ് അച്ചടിച്ചൂടെ. പക്ഷെ അതിലൊരു പ്രശ്നമുണ്ട്. എന്താന്ന് ഞാൻ നിങ്ങൾ പറഞ്ഞുതരാം. ഒരു നാട്ടില് ഒരു ബേക്കറി ഉണ്ട്, 10 പേരുണ്ട്. എല്ലാവരുടെ കയ്യിലും ഓരോ കോയിൻ വീതമുണ്ട്. ഒരു ലോഫ് ബ്രെഡിന് ഈ ബേക്കറി ചാർജ് ചെയ്യുന്നത് 1 കോയിനാണ്. ഈ നാട്ടിലെ 10 പേർക്കും ഓരോ ലോഫ് വീതം കിട്ടുന്ന രീതിയിലാണ് ഈ ബേക്കറി ബ്രെഡ് ഉണ്ടാക്കുന്നത്. അപ്പൊ പെട്ടെന്ന് എല്ലാവർക്കും 10 കോയിൻസ് എക്സ്ട്രാ കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പൊ എല്ലാവരും റിച്ച് ആയി. എല്ലാവർക്കും വേണമെങ്കിൽ ഈ 10 ലോഫ് ഒന്നായിട്ട് മേടിക്കാം. പക്ഷെ ബേക്കറി ആകെ ഒരു ദിവസം 10 ലോഫ് ബ്രെഡ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പൊ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി ബ്രെഡ് ഇല്ലാത്തതുകൊണ്ട് ബ്രെഡിന്റെ ഡിമാൻഡ് വളരെ കൂടും. അപ്പൊ ബേക്കറി എന്താ ചെയ്യാ? എന്തായാലും ബ്രെഡിന്റെ പൈസ കൂട്ടും. 1 ലോഫ് ബ്രെഡിന് 1 കോയിൻ ചാർജ് ചെയ്യുന്ന സ്ഥലത്ത് 1 ലോഫ് ബ്രെഡിന് 10 കോയിൻ ഇവർ ചാർജ് ചെയ്യും. അപ്പൊ ബേസിക്കലി കൂടുതൽ കോയിൻ അച്ചടിച്ചതുകൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. എല്ലാവർക്കും ഇപ്പോഴും 1 ലോഫ് ബ്രെഡേ കിട്ടുന്നുള്ളൂ. കാശ് കുറെ അച്ചടിച്ചതുകൊണ്ട് ബ്രെഡിന്റെ വില കൂടിയെന്നല്ലാതെ ആർക്കും വലിയ ഉപകാരമൊന്നും ഉണ്ടായില്ല.